നോറ പക്ഷെ ഇപ്പോഴും അതിനകത്തെ കണ്ടസ്റ്റൻസിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അതൊക്കെ സത്യം എന്ന് കരുതരുത്. ചിലപ്പോ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അത് മനസ്സിലാക്കണം. എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. വിന്നർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. വിന്നർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. ആ 5 പേരിൽ ആര് ജയിക്കുകയാണെങ്കിലും അത് അവർ അർഹിക്കുന്ന കാര്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. എന്റെ അറിവില്ലാന്ന് കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അതിന് മേലൊരാളെന്ന് പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും, എനിക്ക് ഞാനായിരിക്കും. അതിന്റെ പേരാ ജലസി, അസൂയ. എല്ലാ അർത്ഥത്തിലും അവൻ യോഗ്യനാ. ജിൻഡോ ചേട്ടന് എന്തുകൊണ്ടാ കൊടുത്തെന്നുള്ള നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാനല്ലല്ലോ വോട്ട് ചെയ്തത്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. ഞാൻ എന്തുകൊണ്ടായിട്ടില്ല ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പ്രിപ്പയർഡ് ചെയ്യാമായിരുന്നു. എന്താ കാര്യം? PR വർക്ക് പോലും ചെയ്തിട്ട് പോവാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അയ്യോ കറണ്ട് പോയി. നന്നായി. നുണ കേട്ടിട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും. ഈ കരച്ചിൽ ഒരു മോശം കാര്യമാണോ? അല്ല. അല്ല. ഈ കരയുന്നവർ മോശക്കാരാണോ? അല്ല. ഒരു കരച്ചിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അതെന്താ? പ്രായപൂർത്തി അവിടെ പറഞ്ഞുതരാം. ഇത് ആ വീട്ടിൽ ആരൊക്കെ കരഞ്ഞിരുന്നിട്ടുണ്ടോ അപ്പൊക്കെ ഞാൻ അവരുടെ കൂടെ പോയി. ഈവൻ ജാസ്മിൻ കരഞ്ഞിരിക്കുന്ന സമയത്താണെ പോലും ഞാൻ അവളെ കൂടെ ഉണ്ടായിട്ടേ ഉള്ളൂ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. അങ്ങനെയുള്ള വിഷമങ്ങളിൽ പിന്നെ എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത് നോറയ്ക്ക്? അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? കേട്ടോടാ. ഞാൻ കരഞ്ഞോണ്ടിരിക്കുമ്പോ ചിരിക്കാറില്ല. തർക്കങ്ങൾ ഉണ്ടാവുമ്പോഴും നീ എന്നെ കളിയാക്കുക അല്ല കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു. മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുത പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.